കഥ തുടരുകയാണ്. അക്വേറിയത്തിന് മുമ്പിൽ വെച്ച് ബിയാൻ സാറയെ പ്രപ്പോസ് ചെയ്ത ദിവസം അന്ന് ചുറ്റിലും ഏവരും കൈയടിച്ച് അവരെ സന്തോഷിപ്പിച്ചിരുന്നു. ബിയാനൊപ്പം റെസ്റ്റോറന്റിൽ സംസാരിക്കാനിരിക്കുമ്പോൾ സാറയുടെ മനസ്സിലേക്ക് ഓടിവന്നത് അതായിരുന്നു. സാറയും ബിയാനും അന്ന് സംസാരിച്ചു. പരസ്പരം ഇരുവരുടെയും പാർട്ട്നേഴ്സിന് സുഖമല്ലേ എന്നന്വേഷിച്ച ശേഷം സാറ ബിയാനോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസത്തെ കാര്യം കൊണ്ട് നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ കുറച്ചു നാളുകളായി മദ്യപിക്കാറുണ്ടായിരുന്നില്ല. ഇന്നലെ എന്റെ കൊളീഗ്സ് വിളിച്ചുകൊണ്ട് പോയതാ. കുറച്ച് ഓവറായി പോയി. ഇന്നലെ രാത്രി തലയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേറിപ്പറ്റിയിരുന്നു. അതുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയെ. ബിയാൻ ചിരിയോടെ പറഞ്ഞു, മദ്യപിക്കുന്നത് ഹറാമാണ്. അങ്ങനെ ടെൻഷനൊക്കെ വന്ന നീ പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത്. ബിയാന്റെ ആ മറുപടി കേട്ട് സാറ ചെറുതായൊന്ന് ചിരിച്ചു. വലിയ വിശ്വാസിയായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ നിന്നെ നോക്കിക്കേ, നീ ഒരു ഉസ്താദിനെ പോലെയാ സംസാരിക്കുന്നേ. ബിയാനും അത് കേട്ട് ചെറുതായൊന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് ഇരുവരും പുറത്തിറങ്ങി. പിരിയുന്നതിനു മുമ്പ് സാറ അൽദിയെ വിവാഹം കഴിച്ചതിലുള്ള തന്റെ സന്തോഷം ബിയാൻ പങ്കുവെച്ചു. സാറയും ചിരിയോടെ അതിനെ എതിരേറ്റു. യാത്ര പറഞ്ഞ് ഇരുവരും പിരിയുകയാണ്. ബിയാൻ സാധാരണ രീതിയിൽ കാറെടുത്ത് പോയെങ്കിലും സാറയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തൊക്കെയോ ദുഃഖങ്ങൾ അവൾക്കുള്ളിൽ തളം കെട്ടി നിന്നിരുന്നു. അവൾ ബാഗ് തുറന്ന് തന്റെ കയ്യിലുള്ള പഴയ ഫോട്ടോ എടുത്തു നോക്കി. ബിയാൻ അവളെ മാരേജ് പ്രപ്പോസൽ ചെയ്തപ്പോൾ മോതിരം അവർ പരസ്പരം കൈമാറ്റം ചെയ്ത് അണിഞ്ഞപ്പോഴുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത്. അത് നോക്കിയതിന് പിന്നാലെ വേദനയോടെ അവൾ കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മറുവശത്തെ താരിയും അമ്മയും കൂടി അൽദിയുടെ ഒരു സുഹൃത്തിനെ മീറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. താരി പുതുതായി ഒരു കോഫി ഷോപ്പ് ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതിനു മുമ്പ് ഒരു എക്സ്പെർട്ട് അഡ്വൈസ് എടുക്കാൻ അൽദി നിർദ്ദേശിച്ചതായിരുന്നു ആ സുഹൃത്തിനെ. താരിയും അമ്മയും അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കെ കുറച്ചു കഴിഞ്ഞതും താരി അമ്മയോട് അമ്മയുടെയും അകുങ്ങിന്റെയും കാര്യം ചോദിച്ചു. അകുങ് നല്ലൊരു വ്യക്തിയാ, പക്ഷെ ഒരു മണ്ടത്തരം പറ്റി എന്നമ്മ പറയുകയാണ്. എന്താ എന്ന് താരി ചോദിച്ചു. താറൂഫിന് വാപ്പയുമായി സംസാരിക്കാൻ അകുങ് അമ്മയുടെ വീട്ടിലെത്തിയിരുന്നു. വാപ്പ അനുവാദം കൊടുത്തതിന് പിന്നാലെ അകുങ്ങിന് ഭക്ഷണം കൊടുക്കാൻ അമ്മ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അമ്മയുടെ സ്കേറ്റിംഗ് ബോർഡ് താഴെ കിടന്നിരുന്നു. അതിൽ ചവിട്ടി അകുങ് താഴെ വീണു. അവന്റെ കൈയൊടിയുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം അതുവരേക്കും അവൻ അമ്മയെ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവർ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് അൽദിയും അൽദി പറഞ്ഞ കൺസൾട്ടന്റായ സുഹൃത്തും കടന്നു വന്നു. റഫ എന്നായിരുന്നു ആ യുവാവിന്റെ പേര്. രസകരമായ കാര്യമെന്തെന്നാൽ അൽദി പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ തന്നെ റഫയ്ക്ക് താരിയെയും അമിയെയും പരിചയമുണ്ടായിരുന്നു. അവർ കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരുമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ അമിയും താരിയും സ്റ്റുഡന്റ് യൂണിയൻ മെമ്പേഴ്സ് ആയിരുന്നു. അതിന്റെ ഡിസ്കഷന് പോകുമ്പോഴാണ് അവർ റഫയെ കണ്ടിരുന്നത്. ആദ്യം മുതലേ റഫയ്ക്ക് താരിക്കുമേൽ ഒരു പ്രണയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അന്ന് മുതലേ പരിപൂർണ ഇസ്ലാം മത വിശ്വാസിയായിരുന്ന താരി റഫ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാനൊക്കെ ക്ഷണിക്കുമ്പോഴും മറ്റും എപ്പോഴും അകന്നു നിന്നു. അന്നൊന്നും അത്രമേൽ വിശ്വാസിയല്ലാതിരുന്ന അമി, നീ എന്തിനാ അവനെ അകറ്റി നിർത്തുന്നേ, അവന്റെ കൂടെ പോയാൽ എന്തായിരുന്നു എന്ന മട്ടിലൊക്കെ ചോദിച്ച് താരിയോട് സംസാരിക്കുമായിരുന്നു. റഫ ഇപ്പോൾ ഒരു കോഫി കൺസൾട്ടന്റ് ആണ്. ഒരു കോഫി സ്കൂളും കുറെ കോഫി ഷോപ്പും ഒക്കെ റഫയ്ക്കുണ്ട്. എന്തുകൊണ്ടോ റഫയുടെ കൺസൾട്ടേഷൻ എടുക്കാൻ താരിക്ക് ചെറിയ പ്രശ്നമുള്ള പോലെ കാണപ്പെട്ടിരുന്നു. എന്നിരുന്നാലും അൽദിയും റഫയും വളരെ പോസിറ്റീവായി സംസാരിച്ചപ്പോ റഫയുടെ കൺസൾട്ടേഷൻ എടുക്കുവാൻ താരി തയ്യാറാവുകയാണ്. സംസാരമൊക്കെ കഴിഞ്ഞ് താരിയും അമ്മയും പോകുമ്പോൾ റഫ താരിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നിരുന്നു. അൽദി അത് ശ്രദ്ധിച്ചു. അൽദി പറഞ്ഞു, അവൾ എന്റെ കസിന്റെ ഭാര്യയാണ്. എനിക്കറിയാം അൽദി, നീ വെറുതെ വറീഡാകണ്ട എന്നായിരുന്നു റഫയുടെ മറുപടി. മറുവശത്ത് ബിയാന്റെ വാപ്പ അന്ന് ഉമ്മയ്ക്കൊപ്പം കിനാനെ ചോദ്യം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കാറിലെ മറ്റൊരു പെൺകുട്ടിയുമായി അടുത്തിടപഴകി മാളിലൂടെ പോകുന്നത് ബിയാന്റെ വാപ്പ കണ്ടിരുന്നല്ലോ. കാറിലെ ആള് ശരിയല്ല, അവനിങ്ങനെ കറങ്ങി നടക്കുന്ന കണ്ടു എന്ന് കാറിലെ കിനാൻ അടുക്കൽ പറഞ്ഞു. അതൊരു പക്ഷേ അവന്റെ സഹോദരിയായി കൂടെ എന്നായിരുന്നു കിനാന്റെ മറുചോദ്യം. ഒരു സഹോദരിയും വേറൊരു പെൺകുട്ടിയുമായുള്ള ഇടപെടലുകൾ കണ്ട എനിക്ക് മനസ്സിലാകും എന്ന് കിനാന്റെ വാപ്പ പറഞ്ഞു. കാർലിയെ വാപ്പയ്ക്ക് ഇഷ്ടമേയല്ല, അതുകൊണ്ട് വാപ്പ ഓരോ കഥ മെനയുകയാണ് എന്നായിരുന്നു കിനാൻ ചിന്തിച്ചത്. കിനാൻ അന്ന് വാപ്പയോട് കയർത്ത് സംസാരിച്ചു. അന്ന് രാത്രിയിൽ വീട്ടിലെത്തിയ ബിയാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കെ താരി ബിയാന്റെ അടുത്ത് വന്ന് താൻ പുതുതായി തുടങ്ങാൻ പോകുന്ന കഫയെപ്പറ്റിയും അതിന്റെ കൺസൾട്ടന്റ് തന്റെ പഴയ കോളേജ് ഫ്രണ്ടാണ് എന്നൊക്കെയും പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ബിയാൻ ജോലി തുടരുന്നതുകൊണ്ട് താൻ റൂമിലേക്ക് പോവുകയാ, ജോലി തീർത്തിട്ട് വന്നാ മതി എന്ന് പറഞ്ഞ് താരി റൂമിലേക്ക് പോയി. റൂമിലെത്തിയിരുന്നതും റഫയെ പറ്റിയുള്ള ഓർമ്മകൾ അവളുടെ ഉള്ളിലേക്ക് വന്നു. റഫ അവളെ പ്രണയിച്ചിരുന്ന ആ
കാലഘട്ടത്തിൽ താരിക്കും ഉള്ളിന്റെ ഉള്ളിൽ റഫയോട് ഒരിഷ്ടമുണ്ടായിരുന്നു. അന്ന് താരിയുടെ വീട്ടിലേക്കൊക്കെ വന്ന് വല്യുപ്പയും വല്യമ്മയുമായുള്ള സൗഹൃദവും മറ്റും റഫ കാത്തു സൂക്ഷിക്കുമായിരുന്നു. അവർ ഫാമിലി ഫ്രണ്ട്സും കൂടിയായിരുന്നു. താരി ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ അന്ന് റഫ ഏറെ ആസ്വദിച്ചു കഴിച്ചിരുന്നു. അടുത്തൊരു ദിവസം കോളേജിൽ വെച്ച് റഫയും താരിയും ഒന്നിച്ചിരുന്ന് ലൈബ്രറിയിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമി അങ്ങോട്ടേക്ക് വരുന്നത്. എപ്പോഴും കുസൃതിത്തരമുള്ള അമി അന്ന് റഫയോട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളെയും കണ്ടിട്ട് കൊള്ളാലോ, നല്ല കപ്പിൾസിനെ പോലുണ്ട്. അങ്ങനൊന്നുമല്ല, ഞങ്ങൾ ഡേറ്റ് ചെയ്യുന്നുമല്ല കേട്ടോ. താരിക്ക് അതിൽ താല്പര്യമില്ല. അതെനിക്കറിയാം, താരിക്ക് നേരെ കല്യാണം കഴിക്കണമെന്നാ. അങ്ങനാണോ? റഫ ഒരു അതിശയത്തോടെ ചോദിച്ചു. പിന്നല്ലാതെ, വേഗം അതിനുവേണ്ട കാര്യങ്ങൾ ചോദിച്ചു. ഇല്ലെങ്കിൽ അവളെ ആരെങ്കിലും കൊണ്ടുപോകൂട്ടോ. അമി റഫയോട് ചിരിയോടെ ഇതൊക്കെ പറയുമ്പോ താരി അമ്മിയെ ചെറുതായി നുള്ളുകയും പറയാതിരിക്കാൻ തടയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നാലെ കഫറ്റീരിയയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അമി താരിയെ വിളിച്ചു. റഫയാണെങ്കിൽ താരിക്കടുത്ത് ആ സമയം ചോദിച്ചു, താരി, നീ ഡേറ്റിങ്ങിനൊക്കെ എതിരാണോ? നേരെ കല്യാണം മതിയെന്നാണോ? താരി മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. റഫ താരിയെ നോക്കി ചിരിച്ചു. താരിക്കും ചെറുതായി പുഞ്ചിരി വന്നു. അമി താരിയെയും കൂട്ടി നേരെ കഫറ്റീരിയയിലേക്ക് പോയി. താരി അങ്ങനെ ചിന്തിച്ചിരിക്കെ ബിയാൻ താരിക്കടുത്ത് വന്നിരുന്ന് അവളെ പെട്ടെന്നൊന്ന് ഭയപ്പെടുത്തി. എന്റെ ഭാര്യയ്ക്കൊപ്പം വരുന്ന ജോലി ചെയ്യാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ലാപ്ടോപ്പും കൊണ്ടായിരുന്നു ബിയാൻ വന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് ജോലി ചെയ്തോട്ടെ എന്ന് ബിയാൻ ചോദിച്ചപ്പോ എന്താണേലും കുഴപ്പമില്ല എന്ന് താരി പറഞ്ഞു. ദേ പിന്നെ വെഡിങ് അഗ്രിമെന്റ് 2ന്റെ കാര്യം മറന്നുപോയോ? ബിയാൻ ചിരിയോട് ചോദിച്ചു. ചിരിയോടെ ആ കാര്യം എന്ന് പറഞ്ഞ താരി ബിയാനോട് സോറി പറഞ്ഞു. അപ്പോഴാണ് ഫോണിൽ മെസ്സേജ് വരുന്നത്. മെസ്സേജ് സാറയുടേതായിരുന്നു. ബിയാൻ അത് എടുത്തു നോക്കി. നാളെ ഉച്ചക്ക് ലഞ്ചിന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് സാറ് ചോദിച്ചിരിക്കുന്നു. ആരാത് എന്ന് താരിയും ചോദിക്കുന്നുണ്ട്. എന്റെ ഒരു സുഹൃത്താണ്. ബിയാൻ പറഞ്ഞു. ഭാര്യയോട് സത്യം പറയണം, എഗ്രിമെന്റിലുണ്ട്. താരി പറഞ്ഞതും സുഹൃത്താണെന്നേ, സ്കൂൾ തൊട്ടുള്ള സുഹൃത്താ എന്നായിരുന്നു ബിയാൻ മറുപടി പറഞ്ഞത്. വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഫോൺ നീട്ടിയതും ഫോണൊന്നും വേണ്ടെന്ന് താരി പറഞ്ഞു. താരിയെ ബിയാന് വിഷമിപ്പിക്കണമെന്നില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു സാറയാണെന്ന കാര്യം അവൻ മറച്ചുവെച്ചത്. പക്ഷേ സാറ എന്തിന് കാണാൻ വിളിക്കുന്നു എന്നത് ബിയാനെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. പിറ്റേന്ന് ഉച്ച സമയത്ത് സാറയും ബിയാനും നേരിൽ കണ്ടു. നമ്മൾ മീറ്റ് ചെയ്യുന്ന കാര്യം താരിക്കറിയില്ലേ? സാറ ചോദിച്ചു. പിന്നെ അറിയാതെ, നമ്മൾ റിലേറ്റീവ്സ് അല്ലേ ഇപ്പോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒന്ന് നിന്ന ശേഷം സാറ പറയാൻ തുടങ്ങി. ബിയാൻ, ഞാൻ ഇന്നലെ കളവ് പറഞ്ഞതാണ്. എന്ത്? അൽതിയുമായി ഞാനൊരു ഫൈറ്റ് ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാനന്ന് ഒരുപാട് മദ്യപിച്ചത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴേ അടി തുടങ്ങി. സാറ, നിന്റെ വിവാഹ പ്രശ്നങ്ങൾ എന്നോട് സംസാരിക്കരുത്. എന്റെ അടുത്തല്ല അതൊന്നും പറയേണ്ടത്. നിന്നോടല്ലാതെ ആരോട് പറയും ബിയാൻ? എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. ബിയാന് മറുപടി ഉണ്ടായിരുന്നില്ല. സാറയുടെ കണ്ണുകൾ നിറഞ്ഞു. സോറി, ഞാൻ നിന്നോട് ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഗൗരവത്തിലും ചെറിയൊരു ദേഷ്യത്തിലും അത് പറഞ്ഞ് സാറ നടന്നുപോയി. മറുവശത്ത് അമ്മയാകട്ടെ അകുങ്ങിനെ ചെന്ന് കാണുകയായിരുന്നു. അകുങ്ങിന്റെ ജോലി സ്ഥലത്ത് കയ്യൊടിഞ്ഞ ശേഷം അമ്മയെ അകും കോണ്ടാക്ട് ചെയ്തിട്ടില്ലല്ലോ. തഹറൂഫ് അകും ക്യാൻസൽ ചെയ്തോ എന്നമ്മയ്ക്ക് അറിയണമായിരുന്നു. മടിച്ചുകൊണ്ടാണെങ്കിലും അമ്മ അകുങ്ങിനോട് അത് ചോദിച്ചു. അങ്ങനൊന്നുമില്ലെന്നും ഒരു പൊളിറ്റിക്കൽ ജേർണലിസ്റ്റ് ആവുക എന്നതാണ് എന്റെ ഉദ്ദേശം. അതിനിപ്പോ ഒരവസരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ജോലി തിരക്കായി പോയി എന്ന തരത്തിൽ ക്ഷമാപണത്തോടെ അകുങ് അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്കും സന്തോഷം തോന്നിയിരുന്നു. എന്റെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയുടെ സ്വപ്നത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യണമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മ അവന് മറുപടി കൊടുത്തു. നീ വിഷമിക്കണ്ട, തഹറൂഫിൽ നിന്നൊന്നും ഞാൻ പിന്മാറുന്നില്ല. ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിയുമ്പോ കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകും. അന്ന് രാത്രിയിൽ കിനാനും കാർലിയും ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. കിനാൻ അസ്വസ്ഥയാണ് എന്ന് കാർലി അവളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കി. എന്താണെങ്കിലും ചോദിച്ചോളൂ കിനാൻ, ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ എന്ന മട്ടിൽ വളരെ പ്ലസന്റായി കാർലി അവളോട് ചോദിച്ചു. തന്റെ വാപ്പ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അവനെയും മറ്റൊരു പെൺകുട്ടിയെയും കണ്ട കാര്യം കിനാൻ അവനോട് ചോദിക്കുകയാണ്. അത് കേട്ടതും കാർലി ചിരിച്ചു. ശേഷം പറഞ്ഞു, അതെന്റെ കസിനാണ്. കസിൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. കിനാൻ ചോദിച്ചു. കസിനാണേ എന്തിനാ അത്രയും ഇന്റിമേറ്റായി നടന്ന് കൈകൾ കോർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ? കിനാൻ, ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഒരു വീട്ടിലായിരുന്നു താമസിച്ചു വളർന്നത്. പിന്നെ രണ്ടു വഴിക്കായി പോന്നവരാ. അവളെനിക്ക് എന്റെ ഒരു സഹോദരിയെ പോലെയാ. കഴിഞ്ഞ 10 കൊല്ലമായി ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവള് വന്നപ്പോ ഞങ്ങള് പുറത്തൊന്ന് കറങ്ങാൻ ഇറങ്ങിയെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ നീ എന്തിനാ ഇതിത്ര കുത്തി കുത്തി ചോദിക്കുന്നേ? നിനക്ക് അവളോട് കുശുമ്പ് തോന്നുന്നുണ്ടോ? എനിക്കെന്തിനു കുശുമ്പ്? കിനാൻ ഓരോന്ന് പറഞ്ഞ് ചിരിക്കാനും ഒഴിഞ്ഞു മാറാനും നോക്കി. കാർലി വൈകിയില്ല. അവളുടെ മുമ്പിൽ മുട്ടുകുത്തി അവിടെ ഉണ്ടായിരുന്നൊരു പലഹാരമെടുത്ത് അത് റിങ് പോലെ കാണിച്ച് അവളെ പ്രപ്പോസ് ചെയ്തു. സന്തോഷത്തോടെ കിനാനും അത് സ്വീകരിക്കുകയാണ്. അവൻ അവളുടെ വിരലിലേക്ക് ആ പലഹാരം അണിയിച്ചു. മറുവശത്ത് ബിയാനാകട്ടെ സാറ ഉച്ചക്ക് പറഞ്ഞ കാര്യങ്ങളിൽ വല്ലാതെ അസ്വസ്ഥനാകുന്നുണ്ടായിരുന്നു. ബിയാൻ, നിന്നോടല്ലാതെ ഞാൻ ആരോടാ ഇതൊക്കെ പറയുക? എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ എന്ന സാറയുടെ ആ പറച്ചിൽ ബിയാന്റെ ഉള്ളിൽ കിടന്ന് കറങ്ങാൻ ആരംഭിച്ചു.
വിളിച്ചു. വീട്ടിലെത്തിയിട്ടും അതിനെപ്പറ്റി തന്നെ ബിയാൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. താരി ബിയാന്റെ അടുത്ത് ചെന്ന് അവനെ ചിന്തകളിൽ നിന്നുണർത്തി ഒന്ന് പേടിപ്പിച്ചു. നീ എന്റെ ലാപ്ടോപ്പ് ഇപ്പൊ ഉടച്ചേനേലോ എന്ന മട്ടിൽ ബിയാൻ പറഞ്ഞതും അവർക്കിടയിൽ ഒരു തമാശയുണ്ടായി. എന്താ നീ ചിന്തിക്കുന്നേ? താരി ചോദിച്ചു. അതൊരു വർക്ക്, അതിന്റെ പെർമിറ്റ് ഒന്നും റെഡിയായിട്ടില്ല, ആ കാര്യമാ എന്ന് പറഞ്ഞ് ബിയാൻ ഒഴിഞ്ഞു മാറി. പിന്നാലെ അവരിരുവരും പരസ്പരം മിക്കിളി കൂട്ടി ചിരിക്കാനും തമാശയുണ്ടാക്കാനും ഒക്കെ ആരംഭിച്ചു. അപ്പോഴാണ് ബിയാന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അതവന്റെ വാപ്പയായിരുന്നു. നീ വേഗം ആശുപത്രിയിലേക്ക് വരണം, വാപ്പ പറഞ്ഞു. എന്താ പറ്റിയേ? ഉമ്മയ്ക്ക് എന്തേലും പറ്റിയോ? ഉമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ അൽദിക്ക് കാര്യങ്ങൾ പറഞ്ഞ ശേഷം വാപ്പ ഫോൺ കട്ട് ചെയ്തു. ബിയാന്റെ ഭാവം മാറുന്നതും ആപത്ത് വരുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്ന പ്രാർത്ഥന അവൻ ചൊല്ലുന്നതും താരി കേട്ടിരുന്നു. എന്താ പറ്റിയത്? ആശങ്കയോടെ താരി ചോദിച്ചു. അൽദിയുടെയും സാറയുടെയും കാർ അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു ബിയാൻ പറഞ്ഞത്. വൈകാതെ അവരിരുവരും ഒന്നിച്ച് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു ചെല്ലുകയാണ്. അൽദിയുടെ ഓപ്പറേഷൻ നടക്കുകയായിരുന്നു. പ്ലാസ്റ്ററൊക്കെ ചെയ്യപ്പെട്ട് പരിക്കുകളോടെ സാറയും തിയേറ്ററിന് മുമ്പിലുണ്ടായിരുന്നു. താൻ കാരണമാണ് ഒക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞ് സാറ കരഞ്ഞുകൊണ്ടേയിരുന്നു. താരി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അൽദിയുടെ ഓപ്പറേഷൻ നന്നായി നടക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. താരി സാറയെ ആശ്വസിപ്പിച്ചു. അവൾക്ക് വയ്യാത്തതുകൊണ്ട് അവളെ റൂമിൽ കൊണ്ടുപോയി കിടത്താം എന്ന് ബിയാൻ പറഞ്ഞു. താരിയും ബിയാനും കൂടി വീൽചെയറിലുണ്ടായിരുന്ന സാറയെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. വീൽചെയറിൽ നിന്ന് സാറയെ ബെഡിലേക്ക് കിടത്തുവാൻ ബിയാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. ബിയാന്റെ ആ പ്രവൃത്തികളും സാറയെ തൊടുന്നതും താരിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു സാഹചര്യത്തിലായിരുന്നിട്ട് പോലും താരിക്ക് വല്ലായ്മ തോന്നി. അവളുടെ ഉള്ളിലേക്ക് ഓടി വന്നത് പണ്ട് സാറ ആശുപത്രിയിലായിരുന്നപ്പോൾ അവൾ ബിയാനെ കെട്ടിപ്പിടിച്ചതും അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നും താൻ കൂടെ ഉണ്ടാകും എന്നും ബിയാൻ പറഞ്ഞതുമായിരുന്നു. താരി വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. കരഞ്ഞുകൊണ്ടിരുന്ന സാറയെ ബിയാൻ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം താറൂഫിനായി മീറ്റ് ചെയ്യാം എന്ന് അമിയും അകുങ്ങും തീരുമാനിച്ചിരുന്നു. അതിന് പ്രകാരം അമ്മി ഒരു റെസ്റ്റോറന്റിൽ വന്ന് കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞതും അകുങ്ങും വന്നു. അമി സന്തോഷത്തോടെയായിരുന്നു അകുങ്ങിനോട് സംസാരിക്കാൻ നിന്നത്. പക്ഷേ അകുങ്ങിന്റെ മുഖം വല്ലാതെ ഇരുന്നിരുന്നു. താൻ ഒരുപാട് സമയമെടുക്കില്ല എന്ന് പറഞ്ഞ അകുങ് അല്പം മടിയോടെയാണെങ്കിലും താൻ ഈ താറൂഫ് ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് അമ്മയോട് പറഞ്ഞ് വേഗം അവിടെ നിന്ന് പോന്നു. അമ്മയുടെ മുഖം തന്നെ മാറിയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മറുവശത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് അൽദിയെ റൂമിലേക്ക് മാറ്റിയിരുന്നു. അവനെപ്പോഴും അബോധാവസ്ഥയിലായിരുന്നു. സാറ അൽദിക്ക് അടുത്തു വന്ന് താൻ കാരണമാണ് ഒക്കെ ഉണ്ടായത് എന്ന തരത്തിൽ പരിഭവം പറഞ്ഞ് അൽദിയെ നോക്കിക്കൊണ്ടിരുന്നു. വേദനയോടെ അവൾ കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ ബിയാനോട് പൊക്കോളാനും ബിയാനെ കാണാതെ വീട്ടിൽ താരി വിഷമിക്കും എന്നും സാറ പറഞ്ഞു. അത് കുഴപ്പമൊന്നുമില്ലെന്നും അൽദി എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, എന്റെ കസിനാണ്, അവനെ നോക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാകും, നീ പോയി റെസ്റ്റ് എടുക്ക് എന്നായിരുന്നു ബിയാൻ സാറയോട് പറഞ്ഞത്. പിന്നാലെ നഴ്സ് വന്നപ്പോൾ നഴ്സിനൊപ്പം സാറയുടെ മുറിയിലേക്ക് അവൻ പറഞ്ഞയച്ചു. മറുവശത്ത് ആശുപത്രിയിൽ നിന്ന് ബിയാന്റെ വാപ്പ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. തലേ ദിവസം രാത്രി മൊത്തം കിനാൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന ആശങ്കയോടെ ഉമ്മ വാപ്പയ്ക്ക് അടുത്തു വന്ന് പറഞ്ഞു. അവൾ ഇതെവിടെ പോയി? ഇന്നലെ അവൾ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ആശങ്കയോടെ വാപ്പയും ഫോൺ എടുത്തു. ഈ സമയമാണ് ആശുപത്രിയിൽ അൽദിക്ക് ബോധം തെളിയുന്നത്. വേദന സഹിച്ച് ബോധത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്ന അൽദി സാറയെ വിളിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ബിയാനെയും. സാറ എവിടെ അവൻ ചോദിച്ചുകൊണ്ടിരുന്നു. അൽദി, നീ ഉണർന്നോ? ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? ബിയാൻ പറഞ്ഞു. ബിയാൻ, സാറയെ നീ നോക്കണേ, സാറയെ നിന്റെ കയ്യിൽ വിട്ടിട്ട് ഞാൻ പോകാൻ പോകുന്നേ, എനിക്ക് വാക്ക് താപി അവളെ നീ നോക്കുമെന്ന് മുറിയുന്ന ശ്വാസത്തോടെ അവശതയിൽ അൽദി പറയുന്നുണ്ടായിരുന്നു. അത് കണ്ട് കണ്ണീരോടെ ബിയാൻ അവന് വാക്കുകൊടുത്തു. സാറയെ അവൻ സംരക്ഷിക്കുമെന്ന്. ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ബിയാൻ അവിടെ നിന്ന് മാറാൻ തുടങ്ങിയപ്പോഴേക്കും അൽദി തന്റെ അവസാന ശ്വാസമെടുത്തിരുന്നു. താരിയപ്പോൾ ഒരു മതപഠന ക്ലാസ്സിലായിരുന്നു. ദൈവം നിങ്ങളെ വലിയ വലിയ പരീക്ഷണങ്ങൾ കൊണ്ട് ശക്തമായി പരീക്ഷിക്കും. ചിലപ്പോൾ ഭയം കൊണ്ട് പോലും. അതിനെ അതിജീവിക്കുന്നവർക്ക് വലിയ പ്രതിഫലമാണ് ഉണ്ടാവുക. ഇമാമത് പറഞ്ഞിരിക്കെയാണ് താരിയുടെ കോൾ വരുന്നത്. താരി കോൾ എടുത്തു. ബിയാനായിരുന്നു കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്. അൽദി ഈ ലോകം വിട്ടു പോയ കാര്യം ബിയാൻ അവളോടായി പറഞ്ഞു. ഒരു ഞെട്ടലോടെ വേദനയോടെ താരി അത് കേട്ടുനിന്നു. 7ാമത്തെ എപ്പിസോഡ് ആദർശത്തോടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.